കലിയോഗം ഭാഗം 18. അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടിയെത്തി. ആദ്യം മൃദുവായി, പിന്നെ അടക്കി വെച്ച ദേഷ്യവും പേടിയും വാശിയും സ്നേഹവും എല്ലാം ചേർന്നൊരു ചുംബനമായി അത് മാറി. നന്ദിതയുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടായി. എങ്കിലും അവൻ അവളെ വിടാൻ തയ്യാറായില്ല. ഇത്ര നേരം അനുഭവിച്ച ഭയവും വേദനയും മുഴുവനും ആ ചുംബനത്തിൽ അലിഞ്ഞു ചേരുന്ന പോലെ. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം നന്ദിത അവന്റെ നെഞ്ചിൽ കൈവച്ച് തളർന്നപ്പോൾ മാത്രമാണ് അർജുൻ പതിയെ അവളെ വിട്ടത്. അവൾ പൂർണ്ണമായും തളർന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. പുറത്ത് കടൽക്കാറ്റ് വീണ്ടും ശക്തമായി വീശി. പക്ഷേ ആ നിമിഷം അവരുടെ ലോകത്തിൽ അവർ രണ്ടുപേർ മാത്രമായിരുന്നു. അർജുൻ സീറ്റിലേക്ക് അല്പം പിന്നിലേക്ക് ചാരിയിരുന്നു. അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടക്കുകയായിരുന്നു നന്ദിത. അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. പക്ഷേ അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവളുടെ ശ്വാസത്തിന്റെ ചൂട് പോലും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം ഒന്നും സംസാരിക്കാതെ അവൻ അവളുടെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. ആ കടൽക്കാറ്റിൽ അവളുടെ മുടി അല്പം പാറി പറക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഒതുക്കി വെക്കുകയായിരുന്നു അവൻ. പിന്നെ പതിയെ അവളുടെ തോളിൽ തട്ടി. നന്ദ, ഉറങ്ങാണോ? അവൾ കണ്ണ് തുറക്കാതെ തന്നെ പതിയെ തലകുലുക്കി. ഇല്ല, പിന്നെ എനിക്ക് ഇങ്ങനെയൊന്ന് കിടക്കാൻ തോന്നി. ആ മറുപടി കേട്ടപ്പോൾ അർജുന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. വിശക്കുന്നില്ലേ? ഇന്ന് ഒരുപാട് കരഞ്ഞതല്ലേ, അപ്പോ വിശപ്പ് കാണും. വിശപ്പ് മാറ്റണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ നിമിഷം തന്നെ അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. ഇനിയും കരയാനുള്ളതല്ലേ? അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ അവന്റെ താടിയിൽ പതിയെ കടിച്ചു. ആ നന്ദ, വേണ്ട, ഇതിലും നന്നായിട്ട് ഞാൻ നിന്നെ വേദനിപ്പിക്കും. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും നന്ദിത വീണ്ടും അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് സങ്കടാവുന്നത്? അവൻ ചോദിച്ചു. അറിയില്ല, ഇങ്ങനെ വേണ്ട എൻ്റെ പെണ്ണെ. അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു. നീ കരയുമ്പോ എനിക്ക് സഹിക്കാനാവില്ല. അവൾ മിണ്ടാതെ അവന്റെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് എന്തോ വരച്ചുകൊണ്ടിരുന്നു. പിന്നെ അവൻ വീണ്ടും പറഞ്ഞു. അവൾ, ആ രംഭ, ഇന്ന് അവസരം മുതലാക്കിയതല്ലേ? അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ എതിർക്കില്ലെന്ന് അവൾക്കറിയാം. നന്ദിത മുഖമുയർത്തി അവനെ നോക്കി. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്, അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും ഓർത്ത് എന്റെ കുഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഞാൻ ശരിയാക്കിക്കൊള്ളാം. ആ വാക്കുകൾ നന്ദിതയുടെ ഉള്ളിലേക്ക് പതിയെ ആശ്വാസമായി ഇറങ്ങിച്ചെന്നു. അല്പസമയം കഴിഞ്ഞ് അർജുൻ വീണ്ടും ചോദിച്ചു. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ? ഇവിടെയോ? ആ, അവൻ ചിരിച്ചു. ഇന്നെന്തായാലും ഇനി ഓഫീസിലേക്ക് ഞാനില്ല. എന്റെ പെണ്ണ് കോളേജിലേക്കും പോകില്ല. അവൾ അവനെ നോക്കി. അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവനും ഇങ്ങനെ കൂടാം. എന്തു പറയുന്നു? നന്ദിതയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. ഞാൻ റെഡിയാ. ആണോ? അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നാ ഫുഡ് ഓർഡർ ചെയ്യാം, പുറത്തു പോകണ്ട. അവൾ പെട്ടെന്ന് പറഞ്ഞു. അച്ചൂട്ടൻ പുറത്തിറങ്ങിയ എല്ലാവരും തിരിച്ചറിയും. എനിക്ക് അത് വേണ്ട. എന്താ, എൻ്റെ പെണ്ണിന് കുശുമ്പാണോ? അവൻ ചിരിച്ചു. കുറച്ച്. എനിക്കിഷ്ടാ ഈ കുശുമ്പ്. എൻ്റെ നന്ദ ഇങ്ങനെയായാൽ മതി. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. എഴുന്നേറ്റ് ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്യട്ടെ? അവൻ പറഞ്ഞു. ഇല്ല, ഞാനിങ്ങനെ കിടക്കും. വാശിയാണോ? എന്നാ ശരി. അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു. അവളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടും എന്തായാലും മതി എന്നായിരുന്നു അവളുടെ മറുപടി. അവസാനം അവൻ തന്നെയാണ് ഭക്ഷണം ഓർഡർ ചെയ്തത്. ഭക്ഷണം എത്തും വരെ അവർ വീണ്ടും അങ്ങനെ തന്നെ ചേർന്നിരുന്നു. കടൽ കാറ്റും അവന്റെ നെഞ്ചിലെ ചൂടും അവളുടെ മനസ്സിനെ പതിയെ ശാന്തമാക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അർജുന്റെ ഫോൺ റിങ് ചെയ്തു. അവൻ കണ്ണു തുറന്നു. ഫുഡ് എത്തിയെന്ന് തോന്നുന്നു. അവൻ പതിയെ അവളെ എഴുന്നേൽപ്പിച്ചു. വാ, എന്റെ കാറിലേക്ക് പോകാം. നന്ദിത തല കുലുക്കി സമ്മതിച്ചു. പിന്നെ പെട്ടെന്ന് അവൾ പറഞ്ഞു. അച്ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. അതെന്താ? ഡെലിവറി ബോയ് അച്ചേട്ടനെ കണ്ട തിരിച്ചറിയും. അത് കേട്ടപ്പോ അർജുൻ പൊട്ടിച്ചിരിച്ചു. ശരി ശരി, എന്നാ ചെല്ല്. അവൾ വേഗം ഇറങ്ങി ഭക്ഷണം വാങ്ങി വന്നു. അപ്പോഴേക്കും അർജുൻ തന്റെ കാറിലേക്ക് മാറിയിരുന്നു. രണ്ടുപേരും കാറിൽ കയറി. നന്ദിത കൈ കഴുകി. നന്ദിത ഭക്ഷണം തുറക്കാൻ പോകുമ്പോൾ, അച്ചുവേട്ടാ, കൈ കഴുകുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല. അതെന്താ, അച്ചുവേട്ടൻ കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. അവൻ അവളെ നോക്കി ചിരിച്ചു.
പക്ഷേ നീ എനിക്ക് വാരി തരണം. ഞാനോ? ആ, അവൻ പറഞ്ഞു. എന്നെ ഒരുപാട് വിഷമിച്ചിരുന്നില്ലേ? അതുകൊണ്ട് എന്റെ പെണ്ണ് തന്നെ വാരി തരണം. കഷ്ടമുണ്ട് കേട്ടോ. ഒരു കഷ്ടവുമില്ല. അവൻ വായ തുറന്ന് കാത്തിരുന്നു. അവൾ പതിയെ അവന് വാരിക്കൊടുത്തു. അവൻ സന്തോഷത്തോടെ അത് കഴിച്ചു. ഇനി നീ. അവന് നേരെ അവൾ നീട്ടിയ ഭക്ഷണം അവൻ തിരിച്ച് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നന്ദിത വീണ്ടും സീറ്റിലേക്ക് ചാരിയിരുന്നു. അർജുൻ സീറ്റ് പിന്നിലേക്ക് താഴ്ത്തി. പിന്നെ അവളെ എടുത്ത് തന്റെ മടിയിലേക്ക് കിടത്തി. അച്ചുവേട്ടാ. എന്താടി പെണ്ണെ? എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അവൻ പറഞ്ഞു. അവൻ കുറുമ്പോടി പറഞ്ഞതും അവൾ കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി. ഞാനാണോ കാരണം? അവൾ ചോദിച്ചു. പിന്നല്ലാതെ, അവൻ ചിരിച്ചു. നീ കാരണമാണ് ഞാൻ ഉറങ്ങാത്തത്. ശരി, എന്നാ ഇനി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ച് കണ്ണടച്ചു. ആ നിമിഷം അവർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. കുറച്ചു നേരത്തിനുള്ളിൽ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു. എത്ര സമയം കഴിഞ്ഞെന്നറിയില്ല. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അർജുൻ ഉണർന്നത്. കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് തന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി കിടക്കുന്ന നന്ദിതയാണ്. അവന്റെ ഷർട്ടിന്റെ മുകളിലെ ബട്ടണുകൾ അഴിച്ചു കിടക്കുകയായിരുന്നു. അവളുടെ മുഖം അവന്റെ നഗ്നമായ നെഞ്ചിൽ ചേർന്നിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അവൻ പതിയെ ഫോൺ എടുത്തു. സർ, അവന്റെ സ്റ്റാഫായിരുന്നു. സാറിനെ അന്വേഷിച്ച് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ഇന്ന് പ്രസ് മീറ്റിൽ വന്ന ആ സ്ത്രീ. അത് കേട്ടതും അർജുന്റെ മുഖം ഉടൻ മാറി. എന്താ കാര്യം? ചോദിച്ചോ? ചോദിച്ചു സർ. പക്ഷേ അടുത്ത നിമിഷം ഫോണിന്റെ മറുവശത്ത് മറ്റൊരു ശബ്ദം കേട്ടു. അർജുൻ, ഞാൻ രംഭയാണ്. അവന്റെ കണ്ണുകളിൽ അസഹിഷ്ണുത തെളിഞ്ഞു. നീ എവിടെയാണ്? ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു. എന്താ കാര്യം? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അത് നേരിൽ കാണുമ്പോൾ പറയാം. അവളുടെ ശബ്ദത്തിൽ പതിവ് ആത്മവിശ്വാസം തന്നെ. നീ ഇപ്പോൾ എവിടെയാണെന്ന് പറയേ. അർജുൻ ഒന്ന് കണ്ണടച്ചു. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന നന്ദിതയെ നോക്കി. അവളുടെ കൈ ഇപ്പോഴും അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ട നിമിഷം തന്നെ അവന്റെ ശബ്ദം തണുത്തു. എനിക്കിപ്പോ നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, ഞാൻ ബിസിയാണ്, പിന്നെ കാണാം. അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും നന്ദിത ഒന്നനങ്ങി, പക്ഷേ കണ്ണു തുറന്നില്ല. അർജുൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു. ഉറങ്ങിക്കോ പെണ്ണെ, അവൻ അവളുടെ മുടിയിൽ ചുംബിച്ചു. ഉച്ച തിരിഞ്ഞ് കടൽക്കാറ്റിന്റെ തണുപ്പിൽ കാറിനുള്ളിൽ ചേർന്നിരുന്ന രണ്ട് ഹൃദയങ്ങൾക്കും ഒടുവിൽ ചെറിയൊരു ശാന്തി കിട്ടിയിരുന്നു. കരച്ചിലും സങ്കടവും നിറഞ്ഞ ആ മണിക്കൂറുകൾക്ക് ശേഷം നന്ദിത അർജുന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ട് തന്നെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളുടെ വിരലുകൾ അപ്പോഴും അവന്റെ ഷർട്ടിൽ മുറുകി പിടിച്ച നിലയിൽ തന്നെയായിരുന്നു. അവനെ വിട്ടുപോയാൽ വീണ്ടും നഷ്ടപ്പെടുമോ എന്ന പേടി പോലെ. അർജുൻ അവളുടെ മുടിയിഴകളിൽ വിരലൊടിച്ചുകൊണ്ട് ഏറെ നേരം അവളെ നോക്കിയിരുന്നു. അവൾക്ക് ഇത്രയധികം സങ്കടമായെന്ന ചിന്ത തന്നെ അവന്റെ ഉള്ളില് കുറ്റബോധമായി നിന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ താൻ മാത്രമാണെന്ന ഉറപ്പ് വീണ്ടും കണ്ടതോടെ അവന്റെ മനസ്സ് പതിയെ ശാന്തമായി. അങ്ങനെ എപ്പോഴോ അവനും ഉറങ്ങിപ്പോയിരുന്നു. 2:30 കണ്ണടച്ച നന്ദിത വീണ്ടും കണ്ണു തുറന്നപ്പോ സമയം 4:30 കഴിഞ്ഞിരുന്നു. കാറിനുള്ളിൽ മങ്ങിയ വെളിച്ചം, കടലിന്റെ തിരമാല ശബ്ദം ദൂരത്തു നിന്ന് കേൾക്കാം. അവൾ ആദ്യം കണ്ടത് അർജുന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന സ്വർണ്ണ ചെയിനായിരുന്നു. ഷർട്ടിന്റെ മുകളിലെ ബട്ടണുകൾ അഴിച്ചത് അവളാണ്. അതിലൂടെ കാണുന്ന അവന്റെ ചൂടുള്ള നെഞ്ചിലേക്ക് അവൾ വീണ്ടും മുഖം ചേർത്തു. അവളുടെ ചുണ്ടുകൾ പതിയെ അവന്റെ നെഞ്ചിൽ തട്ടി. പിന്നെ കുറുമ്പോടെ അവന്റെ കഴുത്തിലേക്ക് ചുണ്ടു ചേർത്തു. നന്ദ, അർജുന്റെ ഉറക്കമങ്ങിയ ശബ്ദം കേട്ടു. കുറുമ്പ് കാണിക്കരുത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കേട്ടതും നന്ദിത ചെറുചിരിയോടെ മുഖമുയർത്തി. എണീച്ചോ? പിന്നെ എണീക്കാതിരിക്കോ? അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. എന്റെ പെണ്ണിന്റെ ചുണ്ടിന്റെ മൃദുത്വം അറിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ കിടക്കുവോ? നന്ദിതയുടെ കവിളുകൾ ചുവന്നു. അർജുൻ പതിയെ അവളുടെ മുടി മാറ്റിവെച്ചു. സങ്കടമൊക്കെ മാറിയോ? ക്ഷീണമുണ്ടോ? ഒന്നിനു പിന്നാലെ ഒന്നായി ചോദിച്ചു. നന്ദിത അവന്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് വട്ടം വരച്ചുകൊണ്ട് തലയാട്ടി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാനേ ഓക്കെ ആയി. അത് കേട്ടപ്പോൾ അർജുന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ആശ്വാസം അവൾക്ക് വ്യക്തമായി. എന്നാൽ നമുക്ക് കുറച്ചു നേരം നടന്നാലോ? നടക്കാം, പക്ഷേ എണീക്കാൻ തോന്നുന്നില്ല, അവൾ കുഞ്ഞിനെ പോലെ പറഞ്ഞു. എന്നാൽ ഞാൻ ഇങ്ങനെ തന്നെ വീട്ടിലേക്ക് വരട്ടെ? അർജുൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. എന്തിനാ? പിന്നെ എന്റെ മടിയിൽ നിന്നും മാറുന്നില്ലല്ലോ. ഇങ്ങനെ തന്നെ വീട്ടിലേക്ക് വന്ന അച്ഛനോട് കാര്യം പറയാം. ചിലപ്പോ ഇങ്ങനെ തന്നെ കല്യാണം നടത്തിയാലോ?
അർജുൻ പറഞ്ഞതും നന്ദിത ചിരിച്ചു. അത് മോശമല്ല, നല്ല ഐഡിയ ആണ്. അവൾ പറഞ്ഞതും അർജുൻ വീണ്ടും അവളെ പിടിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തി. ഇങ്ങനെ ഇരിക്കുമ്പോ എന്ത് രസാന്നറിയോ? പിന്നെ അവളെ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നന്ദ, നീ ഒന്നും കഴിക്കുന്നില്ലേ? പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. വെയിറ്റ് ഒന്നുമില്ലല്ലോ. എനിക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട്. നന്ദിത ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ട്. അവൻ കളിയാക്കി. അച്ചേട്ടാ, പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മാസ്ക് വയ്ക്കണം. ഇന്നത്തെ ന്യൂസ് കണ്ടിട്ട് ആളുകൾ തിരിച്ചറിയും. ഓ ശരി മാഡം. അർജുൻ ചിരിച്ചുകൊണ്ട് മാസ്ക് എടുത്തു. രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. കടൽ തീരത്ത് വൈകുന്നേരത്തെ കാറ്റ് കൂടുതൽ തണുത്തിരുന്നു. കൈ കോർത്തു പിടിച്ച് അവർ പതിയെ ബീച്ചിലൂടെ നടന്നു. തിരമാലകൾ കരയിലടിക്കുന്ന ശബ്ദം മാത്രം ചുറ്റും. എപ്പോഴാണ് തിരിച്ചു പോകേണ്ടത്? അർജുൻ ചോദിച്ചു. 5 മണിയാകുമ്പോഴേക്കും. അത് കേട്ടതും അവന്റെ മുഖം മങ്ങി. സങ്കടായോ? നന്ദിത ചോദിച്ചു. പിന്നെ സങ്കടാവാതിരിക്കോ? ഇപ്പോ നീ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെണ്ണെ, അവൻ സത്യസന്ധമായി പറഞ്ഞു. നന്ദിത അവന്റെ കൈ കൂടുതൽ മുറുകെ പിടിച്ചു. ഞാനല്ലേ പറഞ്ഞത്, നന്ന പെട്ടെന്ന് ഓക്കെയാവും. കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്യ്. അർജുൻ ദീർഘമായി ശ്വാസം വിട്ടു. ശരി, വളരെ കുറച്ച് സമയം മാത്രം, അർജുൻ പറഞ്ഞു. അതേസമയം ദേഷ്യത്തിൽ കത്തിക്കൊണ്ടായിരുന്നു രംഭ വീട്ടിലെത്തിയത്. വീട്ടിൽ കയറിയ ഉടനെ ടേബിളിലുണ്ടായിരുന്ന ഫ്ലവർ വാസ് എടുത്തെറിഞ്ഞു. ഗ്ലാസ് പൊട്ടിച്ചെതറുന്ന ശബ്ദം മുഴുവൻ വീട്ടിലും മുഴങ്ങി. അവളുടെ അമ്മയും അച്ഛനും ജോലിക്കാരും ഓടിയെത്തി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മുഖം ദേഷ്യത്തിൽ വിറയ്ക്കുന്ന പോലെ. എന്താ പറ്റിയത്? അച്ഛൻ പേടിയോട് ചോദിച്ചു. രംഭ പല്ല് കടിച്ചു. എന്താ പറ്റിയതെന്നോ? അർജുൻ ദേവരായർ അവൻ എന്റെ അടുത്ത് നിന്ന് നൈസായിട്ട് മുങ്ങി. വിളിച്ചപ്പോ മറ്റെന്തോ ഇമ്പോർട്ടൻസ് കാര്യമുണ്ടെന്ന്. ഇന്ന് അവന്റെ എല്ലാ ഇമ്പോർട്ടൻസും ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്, അവൾ ദേഷ്യം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ നീ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ, അമ്മ പതിയെ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു. പക്ഷേ അർജുൻ ദേവരായർ അവൻ പറഞ്ഞിട്ടില്ല. ഞാനാണ് പറഞ്ഞത്. ഞാനാണ് അവന്റെ ഫിയാൻസി എന്ന് പറഞ്ഞത്. പക്ഷേ അവനെ എനിക്ക് തന്നെ വേണം. ഈ കൈകൊണ്ട് ഞാൻ അവനെ സ്വന്തമാക്കും. അവളുടെ കണ്ണുകളിൽ ഭ്രാന്ത് പോലെ വാശിയുണ്ടായിരുന്നു. പിന്നെ ഉടനെ ഫോൺ എടുത്തു. എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയണം ഈ നിമിഷം, അവൾ ആജ്ഞാപിച്ചു. മാഡം, ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സാറ് ബീച്ച് സൈഡിലാണ്. ബീച്ചിലോ? രംഭയുടെ കണ്ണുകൾ ചുരുങ്ങി. ശരി, എവിടെയായാലും എനിക്ക് ലൊക്കേഷൻ വേണം. സൂര്യൻ മങ്ങിത്തുടങ്ങിയപ്പോൾ അർജുനും നന്ദിതയും വീണ്ടും കാറിലേക്കെത്തി. ഞാൻ പോട്ടെ, നന്ദിത പതിയെ പറഞ്ഞു. പോകണോ? ഒരു കുഞ്ഞിനെ പോലെ അവൻ ചോദിച്ചു. പോകണം. ശരി, ആദ്യം എൻ്റെ ഒപ്പം ഒന്ന് കാറിലേക്ക് വരാവോ? എന്താ? അവൻ അവളെ അവന്റെ കാറിലേക്ക് കൊണ്ടുപോയി. അവൾ അവന്റെ കാറിലേക്ക് കയറിയതും അർജുൻ ഡാഷ്ബോർഡ് തുറന്ന് ഒരു ചെറിയ ബോക്സ് എടുത്തു. ഇതെന്താ? നന്ദിത ചോദിച്ചു. ഇന്ന് ഞാൻ ജയിച്ചില്ലേ, അതിന്റെ സന്തോഷത്തിന്. അതിന് അച്ചുവേട്ടനല്ലേ ജയിച്ചത്? അപ്പോൾ സമ്മാനം തരേണ്ടത് ഞാനല്ലേ? അവൾ ചിരിച്ചു. ആയിക്കോട്ടെ, പക്ഷേ ഇത് നിനക്കുള്ളതാണ്. ഇന്ന് ഞാൻ ജയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നീ ആയിരിക്കും. അവൻ അവളുടെ കൈ പിടിച്ചു. ബോക്സ് തുറന്നപ്പോൾ ഭംഗിയുള്ള ഒരു സ്റ്റൈലിഷ് ബ്ലാക്ക് ബീഡ്സ് 2 ലെയർ ബ്രേസ്ലെറ്റ് ആണ്. അത് മംഗല്യസൂത്ര സ്റ്റൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ എലഗൻ്റായ ഒരു ഇൻഫിനിറ്റി ഡിസൈൻ ബ്രേസ്ലെറ്റ് ആണ്. ബ്രേസ്ലെറ്റിന്റെ നടുക്ക് ഇൻഫിനിറ്റി ഡിസൈനിൽ ഒരു എ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? ഒത്തിരി, അവൾ പതിയെ പറഞ്ഞു. എന്തായാലും എനിക്ക് ഈ കഴുത്തിൽ ഒരു താലി കെട്ടണമെങ്കിലോ ഒരു മംഗല്യസൂത്ര അണിയിക്കണമെങ്കിലോ ഇനിയും സമയമെടുക്കുമോ എന്നാണ് തോന്നുന്നത്. പക്ഷേ നീ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും എന്റെയാണ്. അപ്പോ ഈ മംഗല്യസൂത്ര ബ്രേസ്ലെറ്റ് നിന്റെ കൈ കിടക്കട്ടെ, എന്റെയാണ് എന്നുള്ള അടയാളത്തിന്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ചുംബിച്ചു. എന്നാ ഇനി എനിക്കുള്ളത്? അർജുൻ ചോദിച്ചു. പിന്നെ തരാം, ഇപ്പൊ തരണം. പറ്റില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി കാറിലേക്ക് ഓടി. അവളുടെ ചിരി കേട്ടപ്പോൾ അർജുന്റെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു. വീട്ടിലെത്തുമ്പോൾ നന്ദിതയുടെ മുഖത്ത് രാവിലെ കാണാതിരുന്ന സന്തോഷം തിരികെ വന്നിരുന്നു. പക്ഷേ ഹാളിലിരിക്കുന്ന ശാലിനെ കണ്ടതും അവളൊന്നു ഞെട്ടി. ആ, നീ വന്നോ? കാറ് ശരിയാക്കിയോ? ശാലിനി ചോദിച്ചു. ആ, ശരിയാക്കി, നന്ദിത അമ്മയെ നോക്കി പറഞ്ഞു. ഇതെന്താ മോളെ, ഇപ്പോ ഇടയ്ക്കൊക്കെ ഇത് കംപ്ലൈന്റ് ആകുന്നുണ്ടല്ലോ, അമ്മ പറഞ്ഞു. അറിയില്ല അമ്മേ. അവൾ ഒഴിഞ്ഞു മാറി. നീ ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം. ആ മകത്തേക്ക് പോയതും ശാലിനി നന്ദിതയെ സൂക്ഷിച്ചു നോക്കി. രാവിലെ കരഞ്ഞ പെൺകുട്ടിയുടെ മുഖത്ത് ഇപ്പോൾ നാണവും സന്തോഷവും കലർന്നൊരു തിളക്കം.
ഞാനും വരുന്നു. ശാലിനി അവളുടെ പിന്നാലെ മുകളിലേക്ക് കയറി. റൂമിലെത്തിയതും അവൾ പെട്ടെന്ന് മൂക്ക് ചുളിച്ചു. നീ ഇരിക്ക്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, നന്ദിത പറഞ്ഞു. പോയിട്ട് വാ, നിന്റെ അടുത്ത് വേറൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ശാലിനി പറഞ്ഞതും നന്ദിത ഞെട്ടി തിരിഞ്ഞു നോക്കി. ഇന്ന് അർജുൻ ദേവരയ്യർ എന്റെ അടുത്ത് വന്ന് നിന്നപ്പോ ഇതേ സ്മെല്ലായിരുന്നു. അത് കേട്ടതും നന്ദിത ഞെട്ടി. പിന്നെ വേഗം ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി. അവൾ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ 2 കപ്പ് ചായയുമായി എത്തിയിരുന്നു. നീയും കഴിച്ചില്ലല്ലോ, നന്ദിത ചോദിച്ചു. ഇല്ല, ഇന്ന് ഞാൻ നിന്റെ കൂടെയാ, ശാലിനി പറഞ്ഞു. അമ്മ താഴേക്ക് പോയതും രണ്ടുപേരും ബാൽക്കണിയിലേക്ക് നടന്നു. കയ്യിൽ കോഫി കപ്പ്. വൈകുന്നേരത്തെ തണുത്ത കാറ്റ് അവരെ തലോടിപ്പോയി. അപ്പോഴാണ് ശാലിനിയുടെ കണ്ണ് നന്ദിതയുടെ കയ്യിലെ ബ്രേസ്ലെറ്റിൽ പതിഞ്ഞത്. ഓ, ഏ അർജുൻ ദേവരയ്യർ. അപ്പോൾ മാഡത്തിന്റെ പിണക്കൊക്കെ മാറിയോ? അവൾ കളിയാക്കി. നന്ദിത ചെറുചിരിയോടെ അവളെ നോക്കി. ഇനി മണി പോലെ എല്ലാം പറയേ. നിങ്ങൾ തമ്മിൽ എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇന്ന് വരെ നടന്നതെല്ലാം എനിക്കറിയണം, ശാലിനി ആവേശത്തോടെ പറഞ്ഞു. നന്ദിത ഒരു ദീർഘനിശ്വാസം വിട്ടു. പിന്നെ അർജുനെ ആദ്യമായി കണ്ട നിമിഷം മുതൽ അവരുടെ ബന്ധം വരെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരുന്ന ഓരോ കാര്യവും തുറന്നു പറയാൻ തുടങ്ങി. അത് കേട്ട് ശാലിനി കണ്ണു മിഴിച്ചിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനേ ഈ സ്റ്റോറി എഴുതി വെച്ചതാ, ഇടയ്ക്ക് ഡിലേറ്റ് ആയിപ്പോയി. പിന്നെ വീണ്ടും ഓർത്ത് വെച്ച് എഴുതിയെടുത്ത് വന്നപ്പോഴേക്കും വീണ്ടും ലേറ്റ് ആയിപ്പോയി. എന്തായാലും സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും, കേൾക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത സ്റ്റോറിയായിട്ട് വേഗം വരാട്ടോ. ബൈ.